Module 4 Company Management. Duties of Director, Section 166. Duty to act according to articles, duty of good faith, duty of reasonable care, skill and diligence, duty to avoid conflicts of interest, then duty not to make undue gain, and duty not to delegate. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസാണ് ഒരു ഡയറക്ടറിനുള്ളത്. ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾസ്. നമ്മളുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് പറയുന്ന റൂൾസ് ആൻഡ് പ്രൊവിഷൻസ് പ്രകാരമായിരിക്കണം ഒരു ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്. ദെൻ ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്, അതിൽ പറയുന്നത് ഷാൽ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് എ കമ്പനി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് മെമ്പേഴ്സ് ആസ് എ ഹോൾ. ഒരു ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അത് പറയുന്ന ഒബ്ജക്ട്സ് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിലായിരിക്കണം, ഒബ്ജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം അയാൾ വർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ആ കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൻ്റെയും പ്രൊട്ടക്ഷൻ കൂടെ കെയർ ചെയ്തിട്ട് വേണം ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി പെർഫോം ചെയ്യാൻ, അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ. നെക്സ്റ്റ് ഡ്യൂട്ടി ഓഫ് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് ഡെലിജൻസ്. അത് അയാൾക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പെർട്ടൈസ് വേണം, സ്കില്ല് വേണം, ഡെലിജൻസ് വേണം. എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ആ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് വേണം. അതുപോലെ തന്നെ ഷുഡ് ഹാവ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. എല്ലാ കാര്യത്തിനും അസസ് ചെയ്യുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒപ്പീനിയൻ ഉള്ള ഒരാളായിരിക്കണം ഈ പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ ഡ്യൂട്ടി ടു അവോയ്ഡ് conflict of interest. Then a director of a company shall not involved in a situation may have a direct or indirect interest in conflicts or possibly may conflict with the interest of a company. അപ്പോൾ കോൺഫ്ലിക്റ്റുകളെ അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാവുന്ന സിറ്റുവേഷനുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ, കോൺഫ്ലിക്റ്റുകളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കരുത്. കോൺഫ്ലിക്റ്റുകളെ മാക്സിമം അവോയ്ഡ് ചെയ്യാനും അത് ഇല്ലാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കേണ്ട ഒരാളാണ് ഡയറക്ടർ. നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടി നോട്ട് ടു മേക്ക് അൺഡ്യൂ ഗെയിൻ. A director of a company shall not achieve or attempt to achieve any undue gain or advantage either to himself or to his relatives, partners or associates, and if such director is found guilty of making any undue gain, he shall be liable to pay an amount equal to the amount of gain to the company. അപ്പോൾ അൺഡ്യൂ ഗെയിൻ, അതായത് ഇല്ലീഗലായിട്ടുള്ള ഗെയിനുകളൊന്നും ഒരു ഡയറക്ടർ ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാവരുത്. ഓക്കെ, ഇൻ കേസ് അയാൾ അൺഫെയർ ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോഫുൾ അല്ലാത്ത ഗെയിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗെയിൻ എത്രയാണോ അയാൾക്ക് കിട്ടിയത് ആ ഈക്വൽ എമൗണ്ട് കമ്പനിയിലേക്ക് അവർ പേ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പ്രോഫിറ്റ് ഇല്ലീഗലായിട്ടുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ. Then duty not to delegate. That a director of a company shall not assign his office and any assignments so made shall be avoided. അപ്പോൾ ഡയറക്ടർ അയാളുടെ ഡ്യൂട്ടീസ് സ്വന്തമായിട്ട് ചെയ്തിരിക്കണം, അതാർക്കും അസൈൻ ചെയ്ത് കൊടുക്കരുത്. ഇത്രയുമാണ് ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടീസ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ ആണ് അടുത്തത് വരുന്നത്. The circumstances in which a person cannot be appointed as a director of a company are enumerated in section 164. According to the section, a person cannot be appointed as a director of a company in the following circumstances. അപ്പോൾ ഒരു പേഴ്സൺ ഡയറക്ടർ ആവേണ്ട ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഏതൊക്കെ തരത്തിൽ അയാൾ ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. He has been found to be unsound mind by the court of competent judgment and the finding is in force. അപ്പോൾ ഒരു പേഴ്സൺ മെൻ്റലി സൗണ്ട് അല്ല അല്ലെങ്കിൽ മെൻ്റലി അയാൾ വീക്കാണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഡയറക്ടറായിട്ട് നിയമിക്കാനായിട്ട് പറ്റില്ല. ദെൻ ഹീ ഈസ് ആൻ അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ്. എ പേഴ്സൺ ഇൻസോൾവെൻ്റ് ആണ്, അതായത് അയാളുടെ കയ്യിൽ പ്രോപ്പർട്ടീസോ ഒന്നും അയാളുടെ ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ അസറ്റ്സും ഇല്ല, അയാൾ ഇൻസോൾവെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെൻറ്റ് ആൻഡ് ഹിസ് ആപ്ലിക്കേഷൻ ഇസ് പെൻഡിങ്. ഇൻസോൾവെൻ്റ് ആവാനുള്ള അല്ലെങ്കിൽ പാപ്പരാവുക എന്ന് പറയില്ലേ, അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ബട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിലും അയാൾക്ക് ഡയറക്ടർ ആവാനായിട്ട് അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് വെദർ ഇൻവോൾവിംഗ് മോറൽ ടർപ്പിറ്റ്യൂഡ് ഓർ നോട്ട് ആൻഡ് സെൻറ്റൻസ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 6 months ആൻഡ് എ പീരിയഡ് ഓഫ് 5 years and not elapsed since the expiry of the sentence.
ദാറ്റ് മീൻസ് അവർ 6 months കുറയാത്ത കാലയളവിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ 5 years കൂടുതൽ അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും അയാൾ എന്താണ് ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് however, if a person is being convicted of any offence and sentenced to imprisonment thereof for a period of 7 years or more shall not be eligible. അപ്പോൾ 7 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഡയറക്ടറിനുള്ള ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. Then he has not paid any call in respect of shares of a company held by him for a period of 6 months for the last day fixed for the payment. അപ്പോൾ നമ്മളൊരു ഷെയർസ് ഏതെങ്കിലും കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷെയർ കോള് വിളിച്ചിട്ട് ആ ഷെയറിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പേയ്മെൻറ്റ് പെൻഡിങ് ആണ്, അതുപോലെ ലാസ്റ്റ് ഡേ ഫിക്സഡ് ഡേ ആയിട്ടും അത് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. Then an order disqualifying a person for appointment as a director has been passed by a court or tribunal and the order is in force. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഇയാൾക്കില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും കോർട്ടിൻ്റെ ഒരു റെഗുലേഷനോ അതിൻ്റെ റൂളോ ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോർട്ടിൻ്റെ ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾക്ക് ഡയറക്ടർ ആക്കാനായിട്ട് പറ്റില്ല. കോർട്ടിൻ്റെയോ അതുപോലെ തന്നെ ഏതെങ്കിലും ട്രിബ്യൂണലിൻ്റെയോ ഓർഡർ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അയാളെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ്, he has been convicted of offence dealing with related party transactions under section 188 at any time during the last preceding 5 years. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അയാൾ എന്തെങ്കിലും തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഒഫൻസുകൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ട് അതിലെന്തെങ്കിലും ഒഫൻസ് ഇയാൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോർ ദ പീരീഡ് ഓഫ് 5 years, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് ഡയറക്ടർ ആവാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. He has not complied with subsection 3 section 152 subsection 2. This provision deals with the director identification number. അപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അയാൾ കംപ്ലൈ ചെയ്തിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ആളെയും നമ്മൾക്ക് ഡയറക്ടർ ആക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ദെൻ താഴെ കുറച്ച് പോയിൻറ്റ്സ് കൂടെ പറയുന്നുണ്ട്. നോ പേഴ്സൺ ഹൂ ഇസ് ഓർ ഹാസ് ബീൻ എ ഡയറക്ടർ ഓഫ് എ കമ്പനി വിച്ച്, കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, ഹാസ് നോട്ട് ഫയൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ആനുവൽ റിട്ടേൺസ് ഫോർ എനി കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 financial years. അപ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസ് അയാൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോർ എ പീരീഡ് ഓഫ് 3 years, 3 financial ഇയറിലെങ്കിലും അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡയറക്ടർ ആവാൻ പറ്റില്ല. ആൻഡ് ഫെയിൽഡ് ടു റീപേ ദ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റഡ് ബൈ ഇറ്റ് ഓർ പേ ഇൻട്രസ്റ്റ് thereon or to redeem any debentures on due date or pay interest due thereon or pay any dividend declared, and such failure to pay or redeem continues for 1 year or more shall be eligible to be reappointed as a director of that company or appointed in other company for a period of 5 years from the date on which said company fails to do so. ഇവിടെ പറയുന്നത് ഡയറക്ടർ ആവാനായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ പേഴ്സൺ ഏതെങ്കിലും ഡെപ്പോസിറ്റ്സ് റീപേ ചെയ്യാതിരിക്കുകയോ അക്സെപ്റ്റ് ചെയ്ത ഏതെങ്കിലും ഡെപ്പോസിറ്റുകൾ റീപേ ചെയ്യാതിരിക്കുകയോ, അതായത് ആരെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും എമൗണ്ട് കൊണ്ട് തന്നിട്ടുണ്ട്. സാധാരണ ഒരു ബാങ്ക് ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് ഡെപ്പോസിറ്റ്സ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യണം, അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ റീപേ ചെയ്യണം അല്ലേ. അങ്ങനെ അവർ ഡിമാൻഡ് ചെയ്തപ്പോൾ അയാൾ റീപേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ പേ ചെയ്യാനുള്ളത് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദെൻ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനുണ്ട് അല്ലെങ്കിൽ റീപേ ചെയ്യാനുണ്ട്, അതായത് ഡെപ്റ്റ് റീപേ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അയാളെ ഡയറക്ടറായിട്ട് ആ കമ്പനിയിൽ തന്നെയോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ റീഅപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ 5 years കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടില്ല, റിഡംഷൻ ചെയ്തിട്ടില്ല, റീപേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഒരു 1 year എങ്കിലും അങ്ങനെ ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊക്കെ ഡ്യൂ ആയിട്ട് അല്ലെങ്കിൽ 1 year വരെ അത് പേ ചെയ്യാതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന് ശേഷമുള്ള 5 years കഴിഞ്ഞ് നമ്മൾക്ക് അയാളെ വേണമെങ്കിൽ ഡയറക്ടറായിട്ട് റീഅപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ പറയുന്നത്, എ പ്രൈവറ്റ് കമ്പനി മേ by its article provide for any disqualification for appointment as a director in addition to this specified above.
അപ്പോൾ മോളി പറയുന്ന ഈ കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും കാര്യം ഡിസ്ക്വാളിഫിക്കേഷൻസ് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്, ഒരു ഡയറക്ടറിനെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാവുന്ന കണ്ടീഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ DIN. Under the provisions of Companies Act 2013, Director Identification Number is a mandatory requirement for appointment as a director. അപ്പോൾ ഒരു ഡയറക്ടറായിട്ട് ഏതെങ്കിലും കമ്പനി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കണം. It is allotted by the central government on the basis of application submitted by the person who want to serve as a director. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷന് അപ്ലൈ ചെയ്തിട്ട് ആ നമ്പർ കിട്ടിയിട്ടുള്ള ആളായിരിക്കണം. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ പേഴ്സൺ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഒരാൾക്കിപ്പോൾ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഗവൺമെൻറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂ ചെയ്യുന്നത്. Then every company is bound to intimate the register regarding the DIN of all persons who are serving as a director. അപ്പോൾ ഡയറക്ടറായിട്ട് സെർവ് ചെയ്യുന്ന എല്ലാവരുടെയും ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എല്ലാ കമ്പനികളും ചെക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവരുടെ നിന്ന് വാങ്ങിച്ചിരിക്കണം. The Act also prescribes that no individual who has already been allotted a director identification number shall apply for, obtain or possess another director identification number. അപ്പോൾ ഒരാൾക്ക് ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറേ പാടുള്ളൂ. ഒരെണ്ണം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ രണ്ടാമതൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടില്ല. ഓക്കെ. Then every person or company, while furnishing any return information or particulars are required to be furnished under the Act, shall mention the director identification number in such return information or particulars. In case of return information, particular relate to director or contain any reference of a director. അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഡയറക്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുമ്പോൾ അതിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൽ വരുന്നത്. താങ്ക് യു.